ഹലോ എവരിവൺ. ഇപ്പോഴുണ്ടല്ലോ ഇൻസ്റ്റാഗ്രാമിൽ എനിക്ക് ഒരുപാട് പേഴ്സണൽ മെസ്സേജസ് ആണ് കേട്ടോ വന്നുകൊണ്ടിരിക്കുന്നത്. അതിൽ കുറേയൊക്കെ ബേക്കിങ്ങിനെ കുറിച്ചുള്ള ഡൗട്ട്സും ഞാൻ ഏതൊക്കെ ബേക്കിംഗ് പ്രോഡക്റ്റ്സ് എവിടെ നിന്നൊക്കെയാണ് വാങ്ങിക്കുന്നതെന്നൊക്കെ ചോദിച്ചിട്ടുള്ളതാണ്. എന്നാൽ വേറെ കുറേ മെസ്സേജസ് എൻ്റെ വീഡിയോ കണ്ടിട്ട് അതിനെ പറ്റിയുള്ള അഭിപ്രായമാണ് കേട്ടോ. അതിൽ ചിലതൊക്കെ വായിക്കുമ്പോഴുണ്ടല്ലോ അത് തരുന്നൊരു സന്തോഷം അത് ചില്ലറയൊന്നുമല്ല കേട്ടോ. ഇതിപ്പോൾ എന്തിനാ ഞാൻ ഇവിടെ പറഞ്ഞതെന്നല്ലേ, ഈ കേക്കിൻ്റെ ഓർഡറും എനിക്ക് വന്നൊരു മെസ്സേജായിട്ട് ബന്ധമുണ്ട്. അതുകൊണ്ടാണ് കേട്ടോ. ഈ മാർച്ച് മാസത്തിലെ ആദ്യത്തെ ആഴ്ച, ശരിക്കും പറഞ്ഞാൽ മാർച്ച് 5-ാം തീയതി എനിക്കൊരു മെസ്സേജ് വന്നിട്ടുണ്ടായിരുന്നു. അതിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നത്, ഹായ് ദീപ, എൻ്റെ പേര് ശ്രീജ. എൻ്റെ ഒരു ഫ്രണ്ടാണ് ദീപയുടെ ഇൻസ്റ്റാ പേജ് എനിക്ക് സജസ്റ്റ് ചെയ്തത്. അതിനുശേഷം വന്നിട്ടുള്ള എല്ലാ വീഡിയോസും ഞാൻ കാണാറുണ്ട്. എനിക്ക് ഒരുപാട് ഇഷ്ടമാണ് വീഡിയോസ് കണ്ടിരിക്കാനായിട്ട്. ദീപയുടെ പ്രസൻറ്റേഷനൊക്കെ അടിപൊളിയാണ്. അപ്പോൾ ഈ മാസം അവസാനം എൻ്റെ ഹസ്ബൻഡിൻ്റെ ബർത്ത്ഡേ ആണ്. എനിക്കൊന്നൊരു കേക്ക് വേണം. അത് ടു ഏർലി ആണെന്ന് അറിയാം, പക്ഷേ വീഡിയോസ് കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്ക് മെസ്സേജ് അയക്കണമെന്ന് തോന്നി. അതുകൊണ്ടാണ് കേട്ടോ ഞാൻ മെസ്സേജ് അയക്കുന്നത് എന്ന് പറഞ്ഞിട്ടായിരുന്നു കേട്ടോ മെസ്സേജ് വന്നിട്ടുണ്ടായിരുന്നേ. അത് വായിച്ചപ്പോൾ എനിക്ക് കിട്ടിയൊരു എനർജി ഉണ്ടല്ലോ, അത് ശരിക്കും പറഞ്ഞാൽ കുറച്ചൊന്നും ആയിരുന്നില്ല കേട്ടോ. അവർ ആ മെസ്സേജ് ഇടാനെടുക്കുന്ന എഫേർട്ട് നമുക്ക് എനർജിയുടെ രൂപത്തിലാണ് കിട്ടുന്നത്. നമ്മുടെ ആ ഒരു ദിവസം തള്ളി നിൽക്കാനുള്ള എനർജി ആ മെസ്സേജിൽ നിന്ന് നമുക്ക് കിട്ടുന്നുണ്ടായിരിക്കും. അപ്പോൾ ശ്രീജയ്ക്ക് വേണ്ടി, ശ്രീജയുടെ ഹസ്ബൻഡിന് വേണ്ടിയിട്ടുള്ള സർപ്രൈസ് കേക്കാണ് കേട്ടോ നമ്മളിന്ന് ചെയ്തെടുക്കുന്നത്. സിമ്പിൾ ഡിസൈനിലൊരു കേക്ക് മതി, പ്രത്യേകിച്ച് ഒരുപാട് ക്രീമോ കളറോ ഒന്നും വേണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുപോലെ സിമ്പിളായിട്ട് ഞാനൊരു കേക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. അത് സർപ്രൈസ് പൊട്ടിക്കാതെ കറക്റ്റായിട്ട് ഡെലിവറിയും ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത്രയേ ഉള്ളൂ. ബൈ ഫോർ നൗ.